5 മണിക്കൂർ നീണ്ട അടച്ചിടലിനു ശേഷം ഇറാൻ വ്യോമപാത വീണ്ടും തുറന്നതോടെ ഗൾഫിലെ വിമാനയാത്രയ്ക്ക് താൽക്കാലികമായി ആശ്വാസമായി. അമേരിക്കയുമായുള്ള സൈനിക സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വ്യാഴാഴ്ച പുലർച്ചെ വ്യോമപാത പെട്ടെന്ന് അടയ്ക്കുകയായിരുന്നു. അതേസമയം സംഘർഷ സാധ്യത രൂക്ഷമായാൽ ഇറാൻ വീണ്ടും പാത അടയ്ക്കുമെന്ന ആശങ്ക വ്യാപകമാണ്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. 5 മണിക്കൂർ നീണ്ട ആശങ്കകൾക്ക് വ്യാഴാഴ്ച രാവിലെയാണ് താൽക്കാലികമായ പരിഹാരമായത്. ഇറാൻ വ്യോമപാത അടച്ചതോടെ ഇന്ത്യയിലെയും ഗൾഫിലെയും വിമാന കമ്പനികൾ വിമാന സർവീസുകൾ വഴിതിരിച്ചുവിടുകയും വൈകിപ്പിക്കുകയും ചെയ്തിരുന്നു. വ്യോമപാത അടച്ചതോടെ അമേരിക്കയിലേക്കുള്ള വിമാന സർവീസുകൾ എയർ ഇന്ത്യ റദ്ദാക്കി. ഡൽഹിയിൽ നിന്ന് ന്യൂയോർക്ക്, നെവാർക്ക് എന്നിവിടങ്ങളിലേക്കും മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള മറ്റു വിമാനങ്ങൾ ഇറാഖ് വഴിയുള്ള ബദൽ റൂട്ടിലൂടെയാണ് സർവീസ് നടത്തിയത്. ഇത് വിമാനങ്ങൾ വൈകാൻ കാരണമായി. ഇൻഡിഗോയും ഫ്ലൈ ദുബായ് വിമാന കമ്പനിയും രാജ്യാന്തര സർവീസുകളെക്കുറിച്ച് യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഗൾഫ് വ്യോമയാന മേഖലയെയും ഇറാന്റെ വിലക്ക് ബാധിച്ചു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് വിമാന കമ്പനികൾ വ്യക്തമാക്കി. അതേസമയം US ഇറാൻ ആശങ്ക ഇനിയും കടുത്താൽ ഇറാൻ വ്യോമപാത വീണ്ടും അടയ്ക്കുമെന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jaihind TV. Stay tuned for the 1,000 countdown.